ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈ മോൻ്റെ മീറ്റിങ്ങിന് വന്നതാണ്. അപ്പം ഉണ്ടല്ലോ നമ്മളെ മലപ്പുറംകാരൻ്റെ ഇവിടെ ചെന്നൈയിൽ പങ്കുവിൻ്റെ ഫ്രണ്ടാണ് ഹോട്ടൽ നടത്തുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടും കൂടി പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരുപാട് ദിവസമായിട്ടുണ്ട് ഏട്ടൻ ക്ഷണിക്കുന്നുണ്ട്. ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. അപ്പം ഞാൻ ആ ഹോട്ടലിലും കൂടി പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് വരട്ടെ. അപ്പോൾ വീഡിയോസ് നമുക്ക് പതിയെ കാണുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഗുവിൻ്റെ മോന് എന്താണ് പഠിക്കണതെന്ന്. എൻ്റെ മോൻ പഠിക്കണത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് കേട്ടോ. സംഗുവിൻ്റെ മോൻ മാത്രമല്ല 6 മക്കളുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പേപ്പറിൽ ഒപ്പിടാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സ്ഥലങ്ങളും നമ്മളെ പേരും നമ്മളെ അഡ്രസ്സും എല്ലാ വകയും എഴുതേണ്ടിയിരുന്നു കേട്ടോ. സാറ് പറയണത് തമിഴായതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോഴേക്ക് ഇതാ മോന് വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അപ്പം എല്ലാ രീതിയിലും എനിക്ക് പറഞ്ഞു ഇവിടെ സൈൻ ചെയ്യണമെന്നും ഇതാണിത് എന്നൊക്കെ മോൻ തന്നെ പറഞ്ഞു കേട്ടോ. 5-6 വീതം കോളുണ്ടായിരുന്നു കേട്ടോ. ആ കോളത്തിൽ ഓരോരോ വക എഴുതാണ്ടായിരുന്നു. എനിക്കതൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തായാലും മോനും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പൂരിപ്പിച്ച് മേഡത്തിനെ കാണാൻ പോയിട്ടോ. അതായത് ഓരോ സാറിനെ കാണാനേ. ഓരോ പേരൻസിനും ഓരോ സമയത്തായിരുന്നു കേട്ടോ മീറ്റിങ്. പിന്നെ ഞമ്മക്കിതോ ഓൽക്ക് കഴുത്തിലിട്ടതുപോലെ ഒരു ഐഡൻറ്റിറ്റി കാർഡും തന്നിരുന്നു കേട്ടോ കഴുത്തിലിടാനേ. ഒരു മാല തന്നെ. അങ്ങനെ ഞാനും മാലയും തൂക്കി മോൻ്റെ കയ്യും പിടിച്ച് കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും മോനും കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട് ഓഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. തമിഴായതുകൊണ്ട് ആരോടും ഞാൻ മിണ്ടാൻ പോയില്ല. ഞാൻ 4 ഭാഗവും നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഇതാക്കണേ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് മേഡത്തിനൊക്കെ കണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. മോനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പം ഏതൊരമ്മയ്ക്കും സന്തോഷം ഉണ്ടാവില്ലല്ലേ. അങ്ങനെ എനിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞാൻ മോൻ്റെ അടുത്തുനിന്ന് പോരുകയാണ്. അങ്ങനെ കഴുത്തിൽ തൂക്കിയ മാല അവിടെ തന്നെ കൊടുക്കണം എന്ന് നിബന്ധന ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവരുമെന്ന് കരുതിയിട്ട് മോൻ പറയണേ അമ്മ ആ മാല അങ്ങോട്ട് ഊരി കൊടുത്താളിട്ടോന്ന്. അങ്ങനെ മാല ഊരി കൊടുത്ത് ഞാൻ വീണ്ടും മോൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ചെന്നൈയിലുള്ള പാട്ടിയും അണ്ണൻ്റെ അടുത്താണ് കേട്ടോ അവർ താമസിക്കുന്നത്. അങ്ങനെ ഗൈസ് ഞാൻ എന്താ മോൻ്റെ സൈനൊക്കെ ഇട്ട് തിരിച്ച് പോരുകയാണ്. അപ്പോൾ വീഡിയോ എത്ര വരെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.